MBBS അഡ്മിഷൻ സമയമാണ്. ഇവിടെ കിട്ടാൻ പ്രയാസമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ രക്ഷകർത്താക്കളൊക്കെ വിദേശത്ത് പഠിക്കാനായിട്ട് തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം. എല്ലാ വർഷവും ഈ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ വിദേശത്ത് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. അവർ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണോ MBBS? ചില സ്ഥലത്ത് MD എന്നായിരിക്കും, മിക്കവാറും സ്ഥലത്തൊക്കെ MD ആയിരിക്കും. എന്തായാലും മെഡിസിൻ വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകുന്നവർ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും പോലെ അല്ല. പലപ്പോഴും സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയുന്ന കണക്ക് നമ്മൾ ചെന്ന് കുറേ കാര്യങ്ങൾ അറിയും. പക്ഷേ അതിന് മുമ്പേ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തിരഞ്ഞെടുപ്പ് കുറച്ചുകൂടി എളുപ്പം കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അക്കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇവിടെ 23-24 ലക്ഷം പേര് ആണ് നീറ്റ് UG എഴുതുന്നത്. നമുക്കവിടെ ആകെ സീറ്റ് ഈ അടുത്ത കാലത്താണ് 1 ലക്ഷത്തിൽ കൂടുതൽ സീറ്റായത്. മറ്റത് 1 ലക്ഷത്തോളം സീറ്റുകളേ ഉള്ളായിരുന്നു. ഏകദേശം പിന്നീട് സർക്കാർ സീറ്റ് ഒരു 50,000, പ്രൈവറ്റിൽ ഏകദേശം അത്രയും, എന്തായാലും 1,14,000 സീറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ കിട്ടിയില്ലെങ്കിൽ നേരെ നമ്മളങ്ങ് വിദേശത്ത് വെച്ച് പിടിക്കാനായിട്ട് താല്പര്യത്തോടെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരും ചില കാര്യങ്ങൾ അറിയണം. പ്രധാനമായിട്ടും നിങ്ങൾ പോകുന്ന സ്ഥലം, ഏത് രാജ്യം, അതുപോലെ തന്നെ ഇവിടത്തെക്കാളും ഫീസ് കുറവായതുകൊണ്ടാണല്ലോ മിക്കവാറും വെളിയിൽ പോകുന്നത്. ഇവിടെ ഭയങ്കര ഫീസാണ്. ഗവൺമെൻറ് കിട്ടിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് കൂടുതൽ തന്നെയാണ്. പക്ഷേ അവിടെ അത്രമാത്രം കുറവാണോ ഫീസ്? നമ്മൾ കേൾക്കുന്ന ഫീസിനേക്കാളും ഫീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ നിന്നാകുമോ? ഇതൊക്കെ എത്രമാത്രം അറിഞ്ഞിട്ടാണ് പോകുന്നത്? നിങ്ങൾ രാജ്യം സെലക്ട് ചെയ്യുന്നത് മുതൽ പ്രധാനമായിട്ടും അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്ന് വിശദമാക്കാം. പ്രധാനമായിട്ടും നമ്മളൊരു രാജ്യം സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ പേര് കൊണ്ടോ, അത് റഷ്യയുടെ പ്രോവിൻസ് ആയിരുന്ന രാജ്യങ്ങളുണ്ട്. മിക്കവാറും കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, അതുപോലെ തന്നെ അസർബൈജാൻ, പിന്നെ റൊമേനിയ. അത് പണ്ടേ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു റൊമേനിയ. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കൊച്ചു രാജ്യമുണ്ട് മൾഡോവ. പിന്നെ അത് അവിടെ ഒരു മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നീട് ഉള്ളത് ഫിലിപ്പീൻസ്, ചൈന, റഷ്യ. ഇങ്ങനെയാണ് ഇത്രയും രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും. ചിലരൊക്കെ കരീബിയൻ ഐലൻഡ്സിലൊക്കെ പോകുന്നുണ്ട്. പിന്നീട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യയുടെ സിലബസ് MBBS തന്നെയാണോ? തീർച്ചയായിട്ടും ഇന്ത്യയിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും മിക്ക മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയാണ്. മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്, പലതും മെഡിക്കൽ കോളേജ് ആയിരിക്കത്തില്ല. അത് ചിലതൊക്കെ 1930, 40, 50കളിലൊക്കെ 50-70 വർഷം പഴക്കമുള്ള റഷ്യ ഒരു യുണൈറ്റഡ് റഷ്യ ആയിരുന്നപ്പോഴുള്ള പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ്, മെഡിക്കൽ യൂണിവേഴ്സിറ്റിയൊക്കെ ഇന്ന് പല രാജ്യങ്ങളായിട്ടുണ്ട്. ഇന്ന് കിർഗിസ്ഥാനിലാവട്ടെ, കസാക്കിസ്ഥാനിലാവട്ടെ, ഉസ്ബെക്കിസ്ഥാനിലാവട്ടെ, അതുപോലെ തന്നെ ജോർജിയയിലാവട്ടെ, ഇവിടെ എല്ലാം തന്നെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇവിടേക്കാണ് നമ്മളെ കുട്ടികൾ പോകുന്നത്. ഇവിടെ പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ രാജ്യങ്ങളിൽ അവിടുത്തെ സിലബസ്, അവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഇതൊക്കെ അറിയാനുള്ള മാർഗങ്ങളുണ്ട് എല്ലാ സ്ഥലത്തും. പ്രധാനമായിട്ടുള്ള ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പലപ്പോഴും പല രാജ്യങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾ മുഴുക്കെ 6 വർഷത്തെ MD കോഴ്സാണ്. അത് ഇവിടെ വന്ന MD അല്ല, ഇവിടെ MBBS ആകണം. ഇവിടെ MBBS ആകണമെങ്കിൽ ചില കടമ്പകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിയാതെ ഒരിക്കലും നമ്മൾ വിദേശ MBBS നമ്മൾ എടുത്ത് ചാടി പോകുന്നത് അത്ര ബുദ്ധിയായിരിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ, പരാമർശിച്ച പോലെ സിലബസാണ്. ചില സ്ഥലത്ത് സിലബസ് കുറച്ചുകൂടി വിശാലമായ സിലബസ് ഉണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ? വിദേശത്ത് പോകുമ്പോൾ എന്തായാലും സാധാരണ കേൾക്കുന്ന അവിടെ കൾച്ചറലായിട്ട് നമ്മുടെ സംസ്കാരമല്ല, അതൊക്കെ നമ്മുടെ കുട്ടികൾ, എനിക്ക് തോന്നുന്നില്ല നമ്മളെ കുട്ടികൾ അവിടെ ഒന്നും മാറി നിൽക്കത്തില്ല. സാംസ്കാരികമായിട്ടൊക്കെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ നമ്മുടെ ഭൂരിഭാഗം കുട്ടികൾക്കും കഴിയും. ഭാഷ പോലും കുറേ നാൾ കഴിയുമ്പം നമ്മൾ പഠിക്കും.
പിന്നീടുള്ളത് സിലബസ് എന്നുള്ളത്, കരിക്കുലം പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലെയും കരിക്കുലം സിലബസ് നമുക്ക് നെറ്റ് വഴി കിട്ടും. നിങ്ങളത് അറിഞ്ഞിട്ടേ പോകാവൂ. അതിന് പ്രധാനമായിട്ട് പറയുന്നത് ഈ ഫിസിക്സ് ഒട്ടും താല്പര്യമില്ലാതെ ഇവിടെ MBBS എടുക്കാം, നമുക്ക് ഫിസിക്സിൽ താല്പര്യമൊന്നും വേണ്ട. എൻട്രൻസിന് ചിലപ്പോൾ ആ സബ്ജക്റ്റ് കുറച്ച് ചോദിക്കുത്തിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. പക്ഷേ ബയോഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് ചില മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ പരാമർശിപ്പിക്കപ്പെട്ട ചില യൂണിവേഴ്സിറ്റിയിലും ബയോഫിസിക്സ് ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യോളജി ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ഇക്കോളജി ഉണ്ട്. അങ്ങനെ നമ്മൾ അധികം കേൾക്കാത്ത കോഴ്സുകൾ പോലും സിലബസിൻ്റെ ഭാഗമായിട്ട്, ഇത് കോഴ്സല്ല സബ്ജക്ട്സ് സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ഫോറിൻ ഭാഷ, തീർച്ചയായിട്ടും ഫോറിൻ ഭാഷ ഔദ്യോഗികമായിട്ട് തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ 6 വർഷം കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് കോഴ്സ് പൂർത്തിയായിട്ട് വരുന്നതിന് മുമ്പ് 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയായാൽ മാത്രമേ ഇവിടെ വന്ന്, പിന്നെ 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് കൂടിയുണ്ട്. നമ്മൾ ഹൗസ് സയൻസ് എന്ന് പറയുന്നതാണ് ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ അവിടെ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ നമുക്ക് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറാകാൻ കഴിയൂ. അപ്പോൾ ചലഞ്ച് നമ്പർ 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റേൺഷിപ്പുകൾ ഒരു വിദ്യാർത്ഥി ചെയ്തിരിക്കണം. ഇത് 6 വർഷം 8 വർഷമൊക്കെ എടുക്കുന്നവരുണ്ട്. അതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് വളരെ പ്രധാനമാണ്. 6 വർഷം എന്ന് പറയുന്നെങ്കിലും ചിലപ്പോൾ 6 വർഷം കൊണ്ട് തീർന്നില്ലെങ്കിൽ, ഇവിടെ എല്ലാം നമ്മളെ ജയിപ്പിക്കാനായിട്ടൊന്നുമല്ല ഈ യൂണിവേഴ്സിറ്റികളിൽ ഇരിക്കുന്നത്. ഇത് അവരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർ തയ്യാറാക്കിയ കരിക്കുലമാണ്. ചില ഫുഡൊക്കെ ചിലപ്പം കേരള ഫുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള പരസ്യങ്ങൾ ഞാൻ കാണാറുണ്ട്. ഇന്ത്യൻ ഫുഡ് അതൊക്കെ ശരിയായിരിക്കാം, ചിലപ്പോൾ അതൊക്കെ ഹോസ്റ്റലിൽ ചിലപ്പം പ്രൊവൈഡ് ചെയ്യുമായിരിക്കാം. പക്ഷേ സിലബസിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പം ഇതിന് നല്ല താല്പര്യമുള്ള 50% മാർക്കുള്ളവർക്ക് പോകാം. ഇവിടെ നീറ്റ് ക്വാളിഫൈ ചെയ്താൽ പോകാം, ക്വാളിഫൈ ചെയ്തിട്ടേ പോകാവൂ, ഇല്ലെങ്കിൽ അതൊരു വലിയ പണിയാവും. അപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ട് ഫസ്റ്റ് ചലഞ്ച് ഏത് രാജ്യം എന്നുള്ളതാണ്. അത് ഇഷ്ടപ്പെട്ട ഏത് രാജ്യവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അതൊരൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം കോവിഡിന് ശേഷം ചൈനയിലോട്ടുള്ള ആ ഒഴുക്ക് കുറച്ച് കുറവുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഫിലിപ്പൈൻസിലോട്ടുള്ള MBBSകാരുടെ അവിടെ MD ആണ്, അതിൻ്റെ ഒഴുക്ക് കുറവുണ്ട്. അപ്പം ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒഴുക്ക് കുറവ്. കൂടുതലും പോകുന്നത് മധ്യേഷ്യൻ രാജ്യങ്ങളിലാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അവിടെ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ പ്രധാനം, അതിനേക്കാളും പ്രധാനം ഈ യൂണിവേഴ്സിറ്റിയിലുള്ള കരിക്കുലം സബ്ജക്റ്റ്, ഇവിടെ എത്രമാത്രം ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടും, അത് വളരെ പ്രധാനമാണ്. നമ്മളെ പിള്ളേരൊക്കെ ഈ 4.5 വർഷത്തിൽ ഒരു 2-2.5 വർഷം 3 വർഷത്തോളം അവർ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ കൂടെയാണ് പഠിക്കുന്നത്. ലോകത്തെ ഏറ്റവും നല്ല മെഡിക്കൽ വിദ്യാഭ്യാസം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ധൈര്യമായിട്ട് പറയും, എനിക്ക് പറയാൻ ഒരു ഭയമില്ല. കാരണം ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസം ഒട്ടും മോശമല്ല, നമ്മുടെ കുഹാസിൻ്റെ കോഴ്സുകളും ഒട്ടും മോശമല്ല. കാരണം ഒരു അധികം പേഷ്യൻസ് ഇല്ലാതിരുന്ന മെഡിക്കൽ കോളേജിൽ പോലും പലപ്പോഴും നമ്മളെ കുഹാസിൻ്റെ റാങ്ക് വരെ കിട്ടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെ ചെറിയ ചില പിന്നീട് ഡിമെറിറ്റ്സ് ഒക്കെ കാണുമായിരിക്കും. എങ്കിൽ പോലും ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസം വളരെ അധികം ക്വാളിറ്റി ഉള്ളതാണ്. അതേ ക്വാളിറ്റി ചിലപ്പം നമ്മൾ പോകുന്ന രാജ്യത്ത് കാണണമെന്നില്ല. ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒരു വലിയ ഫാക്ടറാണ്. അതുപോലെ തന്നെ രോഗങ്ങളുടെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം കാണും. പക്ഷേ അതൊക്കെ തന്നെ സാധാരണ ബേസിക്കായിട്ടുള്ള എല്ലാം അനാറ്റമി, ഫിസിയോളജി, ഇതെല്ലാം തന്നെ നമ്മൾ മറ്റ് ന്യൂറോളജി, അതുപോലെ തന്നെ കാർഡിയോളജി, ഇതെല്ലാം ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജി, ഡെർമറ്റോളജി, ഇതെല്ലാം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചില അഡീഷണൽ സബ്ജക്റ്റ് കൂടി പഠിക്കേണ്ടി വരും. ഇത് ഇപ്പം പലരും വിളിക്കുന്ന ഈജിപ്തിൽ പോകാമെന്ന് പറയുന്നവർ പോലും അവിടുത്തെ ഗൈഡ് ലൈൻസ്, അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, നമുക്ക് ഇത് മുഴുവനും നമുക്ക് നെറ്റ് വഴി മാത്രം അല്ല അറിയുന്നത്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള വിദ്യാർത്ഥികൾ, ഈ നേരത്തെ പറഞ്ഞ റഷ്യ ആവട്ടെ, അതുപോലെ തന്നെ മൾഡോവ ആവട്ടെ, റൊമാനിയ ആവട്ടെ, കിർഗിസ്ഥാൻ ആവട്ടെ, കസാക്കിസ്ഥാൻ ആവട്ടെ, ഉസ്ബെക്കിസ്ഥാൻ ആവട്ടെ,
ഇവിടെ എല്ലാം തന്നെ പിന്നീട് അർമീനിയ ആകട്ടെ, ഇവിടെ എല്ലാം നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. എങ്ങനെയെങ്കിലും ഒരു നമ്പർ സംഘടിപ്പിച്ച് അവിടെ നിന്ന് നമുക്ക് നേരിട്ട് അവരുമായിട്ട് സംസാരിക്കാം. അവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷർ എത്രമാത്രമാണ്, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എത്രമാത്രമാണ്, അവിടുത്തെ ക്വാളിറ്റി, അവിടുത്തെ ഫാക്കൽറ്റി, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ഹോസ്റ്റല്, ഫുഡ്, എവരിത്തിങ് നമുക്ക് കിട്ടും. ഈ ഉത്സാഹം കൂടെ കാണിച്ചാലേ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നമുക്ക് ഒരുപക്ഷെ പിന്നെ അറിയാതെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഷോക്കിൽ നിന്ന് അല്പം മുക്തി കിട്ടണമെങ്കിൽ നമ്മളിത് അറിഞ്ഞിട്ട് ചെല്ലണം. അപ്പോൾ സെലക്ഷൻ ഓഫ് കൺട്രി ആൻഡ് സെലക്ഷൻ ഓഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പോകുന്നവർക്ക് ഒരുപാട് അറിയാനുള്ള ഒരുപാട് സോഴ്സസ് ഉണ്ട്. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കണമെന്നില്ല. നമുക്ക് ഇവിടെ മെഡിക്കൽ രംഗത്ത് എല്ലാം തീരുമാനമെടുക്കുന്നത്, നിയമനിർമ്മാണം നടത്തുന്നത്, അത് പ്രായോഗികവൽക്കരിക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്. നമ്മൾ NMC ആണ്. അപ്പം ഈ NMCയുടെ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് നെറ്റിൽ കൂടെ കിട്ടും. എന്തൊക്കെയാണ് നിങ്ങൾ വിദേശത്ത് പോകണവർ ശ്രദ്ധിക്കാനുള്ളത്. വിദേശത്ത് നമ്മുടെ എംബസി ഉണ്ട്. ഇപ്പം ജോർജിയയിൽ പോകുന്നവർ ഇന്ത്യൻ എംബസി ഇൻ ജോർജിയ ഗൈഡ് ലൈൻസ് ഫോർ മെഡിക്കൽ സ്റ്റുഡൻസ്. ഫിലിപ്പീൻസിൽ ഇന്ത്യൻ എംബസി ഇൻ ഫിലിപ്പീൻസ് മനില അവരെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻസ് എത്ര പേര് നോക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കസാഖിസ്ഥാനിലും കിർഗിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും ഒക്കെ തന്നെ, ഈ റഷ്യയിലൊക്കെ തന്നെ ഈ ഗൈഡ് ലൈൻസ് ഉണ്ട്. കാരണം ഈ ചെന്ന് നമ്മൾ അവിചാരിതമായ ചില ഈ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഗൈഡ് ലൈൻസ്. ഇതിൽ ആദ്യം അറിയേണ്ടത് നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഗൈഡ് ലൈൻസ് അറിയണം. അതനുസരിച്ച് നമ്മൾ മിനിമം ഇവിടെ സാധാരണ 4.5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഔസൻസി എന്ന് പറയുന്നത്. ഇത് അവിടെ നമ്മൾ എത്ര വർഷത്തെ കോഴ്സ് ചെയ്താലും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് കൂടി തുടർന്ന് അതേ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലോ മെഡിക്കൽ കോളേജിലോ, മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലോ പലതും മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്താൽ മാത്രമേ ഇവിടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകരിക്കുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ സർക്കാർ അംഗീകൃത നമ്മൾ പരീക്ഷ എഴുതണമെങ്കിൽ പോലും നമ്മൾ അവിടെ എവിടെയാണോ നമ്മൾ MD കോഴ്സ് എന്നാണല്ലോ പറയുന്നത്, ആ MD ചെയ്യുന്നത് 6 ഇയർ MD കോഴ്സ്, ആ MD കോഴ്സിൽ 5 ഇയർ പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് എന്ന് കാണിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ പരീക്ഷ എഴുതി എലിജിബിളായിട്ട് സർട്ടിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആകാൻ കഴിയില്ല. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതറിയണം നിങ്ങൾ. നമ്മൾ പോകുന്നവരെല്ലാം തന്നെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പുതുക്കാറുണ്ട്. അത് ലേറ്റസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അപ്പോൾ നമ്മൾ സിലബസ് അറിയണം, കോളേജ് സെലക്ട് ചെയ്യണം, രാജ്യം സെലക്ട് ചെയ്യണം. ഏറ്റവും എക്സ്ട്രീം തണുപ്പുള്ള ഒരു രാജ്യത്തൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെങ്കിൽ അത് ഒഴിവാക്കണം. ചിലപ്പോൾ 2, 3, 4 മാസമൊക്കെ തണുപ്പുള്ള രാജ്യങ്ങളായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ സാധാരണ പോകുന്ന രാജ്യങ്ങളല്ല. ഈ തണുപ്പൊക്കെ ഈ ഏജിൽ, ഈ 18, 19 വയസ്സിലൊക്കെ തീർച്ചയായിട്ടും സഹിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലത്തും നമ്മളെ സാംസ്കാരികമായിട്ടൊക്കെ ഒത്തുപോകാൻ കഴിയുന്ന ഒരു സ്റ്റുഡൻസാണ് നമുക്കുള്ളത്. ലാംഗ്വേജ് അവർ പഠിച്ചോളൂ. പക്ഷേ ഒഫീഷ്യലായിട്ട് ചിലപ്പം ആ രാജ്യത്തെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പാസ്സാകേണ്ടി വരും. അതാണ് കുറച്ച് ടയർസമാണ്, പഠിച്ചാലേ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും നമ്മൾ അത് അവർക്ക് കോച്ചിങ് തന്നു കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നേടുന്നത് ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് സംസാരിക്കുമ്പോഴാണ്. എല്ലാ സ്ഥലത്തും ലോക്കൽ ലാംഗ്വേജാണ്. അപ്പോൾ ഫിലിപ്പീൻസിൽ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയാൽ അവിടെയൊക്കെ തന്നെ ലോക്കൽ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കും, സാധാരണ നിലയിൽ തീർച്ചയായിട്ടും അത് പഠിക്കും. പക്ഷേ എല്ലാ സ്ഥലത്തും ഇതുപോലെയല്ല. എല്ലാ സ്ഥലത്തും പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ മെഡിക്കൽ കോളേജ്, നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം, തിരുവനന്തപുരം, ഇവിടുത്തെ മറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, ഈ മെഡിക്കൽ കോളേജിലെല്ലാം തന്നെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്ത് കുറച്ച് മാറിയായിരിക്കും ചിലപ്പം അവിടുത്തെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, 1000 ബെഡുള്ള 700 ബെഡുള്ള ഹോസ്പിറ്റൽ. ഇങ്ങനെ ഒരു സംവിധാനമൊന്നും പല രാജ്യങ്ങളിലും ഇല്ല. ചിലപ്പോൾ അകലെയായിരിക്കും. ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ വേറെന്നുള്ളത്, ചില സ്ഥലത്ത് പിന്നീട് ഇപ്പോൾ 4-ാം വർഷമോ 5-ാം വർഷമൊക്കെ കുറച്ച് ഇൻറ്റേൺഷിപ്പ് മൂന്നാമത്തെ വർഷം തീരാൻ നേരത്ത് കുറച്ച് 4-ാമത്തെ വർഷം, കുറച്ച് 5-ാമത്തെ വർഷം, ഇങ്ങനെയുള്ള ഇൻറ്റേൺഷിപ്പുകളൊന്നും തന്നെ നമ്മൾ സർക്കാർ എടുക്കത്തില്ല, മെഡിക്കൽ കമ്മീഷൻ എടുക്കത്തില്ല, NMC എടുക്കത്തില്ല. അവിടെ കോഴ്സ് കഴിഞ്ഞ് 12 മാസത്തെ ഇൻറ്റേൺഷിപ്പ്
മാത്രമേ അത് അംഗീകരിക്കുള്ളൂ. എന്നിട്ട് അവരിവിടെ വന്നും കൂടി ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അത് FMG എന്നുള്ള പരീക്ഷയാണ്. ആ പരീക്ഷ അത്ര ഈസിയൊന്നുമല്ല. എന്തായാലും 300 ചോദ്യങ്ങളേ ഉള്ളൂ. 150 മാർക്ക് കിട്ടുന്നത് 20%, 21%, 22% പേർക്കാണ് അത് കിട്ടുന്നത്. ഈ അടുത്ത കാലത്താണ് അതെങ്കിലും വന്നത്. അതിന് മുമ്പ് കോവിഡിനൊക്കെ മുമ്പ് 14%, 10%, 12% ഒക്കെ ആയിരുന്നു നമ്മൾ നോക്കുമ്പം കാണുന്നത്. അപ്പം ഈ FMG ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് നമുക്ക് പിടിച്ചു നിന്ന് ഒരു ഡോക്ടറാവണമെങ്കിൽ. അപ്പം നമ്മൾ 6 വർഷത്തെ കോഴ്സിന് പോയാൽ 6 വർഷം കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും ചിലപ്പം ചിലർക്ക് ആദ്യത്തെ തവണ തന്നെ FMG കിട്ടണമെന്നല്ല. FMG 2 പ്രാവശ്യം ഒരു വർഷം നടത്താറുണ്ട്. അത് ജൂണിലാണ് ഒരു പരീക്ഷ, അതുപോലെ തന്നെ ഡിസംബറിലാണ് ഒരു പരീക്ഷ. ജൂണിലെ പരീക്ഷയ്ക്ക് ഇപ്പോൾ ജൂലൈയിൽ റിസൾട്ട് വന്നതേ ഉള്ളൂ. അത് തന്നെ 20% റിസൾട്ട്, 20 ഒരല്പം കൂടെ 20% റിസൾട്ടാണ്. 80%, 79%, 78% പേര് ഇതിൽ നിന്ന് പിന്നെ തോറ്റു പോവുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും കുറേ പേര് സ്ഥിരമായിട്ട് തോൽക്കുന്നുണ്ട്. ഇവരെത്ര വർഷം എഴുതും? ഒരു കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ്. അത് മെഡിസിൻ. ഇപ്പോൾ 2024 മെഡിസിനിൽ ഇന്ത്യയിൽ ചേർന്നൊരു കുട്ടിക്ക് 2034 മുമ്പ് അവർ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറായി ലൈസൻസ് എടുത്തിരിക്കണം. 10 വർഷം കൊണ്ട് കൊടുത്തേക്കുന്നത്. അത് നമ്മളെ ഗൈഡ് ലൈൻസിലുണ്ട്. വെളിയിലായാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഏത് രാജ്യത്ത് പോയി അതൊരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ഏജിൽ വന്ന് എഴുതിയാലും ഇവിടെ FMG എഴുതാം. ഏജ് ഒരു മാറ്ററേ അല്ല. പക്ഷേ 3 ചാൻസേ ഉള്ളൂ. അതൊരു മാറ്ററാണ്. 3 ചാൻസേ നിങ്ങൾക്ക് കിട്ടും. അപ്പം 6 വർഷത്തെ ഒരു MD മെഡിക്കൽ സയൻസ് വിദ്യാഭ്യാസത്തിന് ഒരു രാജ്യം തിരഞ്ഞെടുത്ത് പോകുന്ന ഒരു കുട്ടിക്ക് 6 വർഷം ആകുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ 1 വർഷവും കൂടെ ആയാൽ 7 വർഷവും ഇവിടെ വന്നിട്ട് FMG പരിശീലിക്കണമല്ലോ. വന്ന ഉടനെ എഴുതാൻ പറ്റത്തില്ല പല സ്ഥലത്തും. കാരണം നമ്മുടെ സിലബസും നമ്മുടെ ക്ലിനിക്കൽ എക്സ്പോഷറും അല്ല അവിടെ ഉള്ളതെന്നുള്ളത് സത്യമാണ്. ക്ലിനിക്കൽ എക്സ്പോഷറൊക്കെ നിങ്ങൾ നോക്കി തന്നെ പോകണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെയുള്ള വിദ്യാർത്ഥികളുമായിട്ട് മലയാളി വിദ്യാർത്ഥികളില്ലാത്ത ഒരൊറ്റ കോളേജില്ല. അപ്പം നമുക്ക് സത്യസന്ധമായ വിവരങ്ങൾ കൂടുതൽ കിട്ടും. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഫീസാണ്. നമുക്ക് പലപ്പോഴും ഫീസ് 20 ലക്ഷം രൂപ, 22 ലക്ഷം രൂപ, അല്ലെങ്കിൽ 26, 30 ലക്ഷം രൂപയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നവരും അവിടെ 4-5 വർഷം കഴിയുമ്പോഴും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനങ്ങനെ ചോദിക്കുന്ന ആളാണ്. ഒരുപാട് പേര് പല സ്ഥലത്ത് ഇപ്പോൾ പിന്നെ ഒരുപാട് കുട്ടികൾ MBBSന് വിദേശത്ത് MBBS ആഗ്രഹിച്ച് പോയത് ഈ അടുത്ത കാലത്തായിട്ട് യുക്രൈനിലായിരുന്നു. യുക്രൈനിലെ യുദ്ധം, റഷ്യയുമായിട്ടുള്ള യുദ്ധം വന്നപ്പം എനിക്ക് തോന്നുന്നു ഒരു 90% മലയാളി കുട്ടികളും തൊട്ടടുത്ത രാജ്യങ്ങളിലോട്ട് ചേക്കേറി. അത് നമ്മളെ സർക്കാർ തന്നെ അങ്ങനെ പറഞ്ഞു, ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പാർലമെൻറ്റിലൊക്കെ വന്നതാണ്, ഇവിടെ അഡ്മിഷൻ കൊടുക്കാക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. അപ്പം പലരും മൾഡോവ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിലോട്ട് അതിൻ്റെ തുടർ പഠനത്തിന് പോയി. അപ്പോൾ തന്നെ ഒരുപാട് പൈസ അവർക്ക് ചിലവായി. അതുപോലത്തെ ഒരു ഘട്ടമൊന്നും എപ്പോഴും വരാതിരിക്കട്ടെ. പക്ഷേ ഫീസ് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ നമ്മൾ കേൾക്കുന്നതെല്ലാം യഥാർത്ഥ ട്യൂഷൻ ഫീസ് തന്നെയാണ്. പലപ്പോഴും സത്യസന്ധമായി കോളേജിൽ തന്നെ നമ്മൾ ഫീസ് അടയ്ക്കാനും നമ്മളടുത്ത് നിർദ്ദേശം വരാറുണ്ട്. അങ്ങനെ തന്നെ പാരൻസ് അടച്ചു കൊടുക്കാറുണ്ട്. ആ ഫീസ് മാത്രമല്ല, അവിടെ ഹോസ്റ്റൽ ചിലവെന്ന് പറയുന്നത് മിക്കവാറും എല്ലാ സ്ഥലത്തും അക്കോമഡേഷൻ്റെ ഫീസാണ് പറയുന്നത്. ആഹാരത്തിൻ്റെ ഫീസ് പ്രത്യേകമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ക്യാമ്പസിനകത്ത് വളരെ അപൂർവം മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലോ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ മാത്രമാണ് അകത്ത് പിന്നെ കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ. വലിയ വിശാലമായ, ഈ രാജ്യങ്ങളെല്ലാം ജനസംഖ്യ കുറവായതുകൊണ്ട് തന്നെ വിശാലമായ ക്യാമ്പസുകളാണ്. നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ഞെട്ടിപ്പോകും. ഭയങ്കര പഴക്കമുള്ള ക്യാമ്പസൊക്കെയാണ്. പക്ഷേ നമുക്ക് എത്രമാത്രം ഈ ബിൽഡിങ്ങിൽ എത്രമാത്രം ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടെന്നുള്ളത് പുറത്തുള്ള ഫോട്ടോ കണ്ടാൽ അറിയത്തില്ല. അവർ വേറെ പല സ്ഥലത്ത് അവരുടെ ഹോസ്പിറ്റൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും അത് നമ്മൾ അന്വേഷിക്കണം. ഞാൻ പറഞ്ഞത് ഫീസിനെ കുറിച്ചാണ്. ഫീസിന് പുറമേ, ഹോസ്റ്റൽ ചെലവിനും പുറമേ നമുക്ക് പുറത്ത് അധികം, ചിലർക്ക് 20 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് വേണം താമസ സ്ഥലത്ത് നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് വരാൻ. മെഡിക്കൽ കോളേജിലോട്ട് വരാനായിട്ട് 20 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ഒരു പക്ഷേ ട്രെയിനിലോ ബസ്സിലോ പിന്നെ ആ ചാർജ് കൂടി നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പം പുറത്ത് എവിടെ താമസിക്കുന്ന നിയർ ബൈ ഏറ്റവും അടുത്ത് താമസിച്ചു കഴിഞ്ഞാൽ ചിലവ് കുറയും. ഇതെല്ലാം അന്വേഷിക്കേണ്ട ചുമതല പോകുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ പാരൻസിനുമാണ്. ഫീസ് അതുകൊണ്ടാണ് പലപ്പോഴും 28, 26, 30 ആവുമെന്ന് പറയുമ്പോഴും ഏകദേശം കോഴ്സ് തീരുമ്പോൾ 50 ലക്ഷം രൂപയാകും. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യും?
അതൊരു വലിയ ഒരു ഘടകമാണ്. അപ്പം നല്ല മിടുക്കർ പോകുന്നെങ്കിൽ നമ്മൾ നീറ്റ് സ്കോറിൽ വരുന്നവർക്ക് തന്നെ പോകാൻ കുഴപ്പമില്ല. പക്ഷേ ഇത് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിലബസ്, അവിടുത്തെ കരിക്കുലം, അവിടുത്തെ ഭാഷകൾ, ഒരു പക്ഷേ ഇവിടെ ഇല്ലാത്ത ചില സബ്ജക്റ്റ് അതൊക്കെ പഠിക്കാൻ കഴിയും. പക്ഷേ അതൊരു ചലഞ്ചിങ് ആണ്. അതെല്ലാം നമ്മൾ തിരഞ്ഞെടുത്താലും അവസാനം ഫീസ് ഒരു ഘടകമാണ്. നിങ്ങൾ ലോൺ എടുത്താണ് പോകുന്നെങ്കിൽ നിങ്ങൾ ഒരല്പം ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം MBBS കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന, ഇവിടെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയാലും ഒരു ജൂനിയർ ഡോക്ടറുടെ ശമ്പളം 45,000-50,000 അത്രയൊക്കെ രൂപയെ കിട്ടുള്ളൂ. അപ്പം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റേർഡ് ഡോക്ടറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PG എഴുതാം. PG ഏകദേശം 60,000-ൽ കൂടുതൽ സീറ്റുകളുണ്ട് ഇവിടെ പിന്നെ ഇന്ത്യയിൽ അത്രമാത്രം PG MDയും MS-ഉം DNB ആയിട്ടൊക്കെ തന്നെ ധാരാളം സീറ്റുകളുണ്ട്. പക്ഷേ അവിടെ എത്തണമെങ്കിൽ 10 വർഷത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ആ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ലോൺ എടുക്കുന്നെങ്കിൽ 4-5 വർഷം കൊണ്ട് നിങ്ങൾ 25, 30, 40 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര പണിയാവും. അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ തന്നെ ലക്ഷങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഇതൊരു വലിയ മാറ്ററാണ്. ഇപ്പം ചില സ്ഥലത്തൊക്കെ ചിലർക്ക് ചില വസ്തു കൊടുത്തു അല്ലെങ്കിൽ അധികം ലോൺ എടുക്കാതെ പഠിക്കാൻ കഴിയുന്നവർക്ക് ഈ ഫൈനാൻഷ്യൽ ചലഞ്ച് അവർ ഓവർകം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങളൊരിക്കലും 25 ലക്ഷത്തിനോ 18 ലക്ഷത്തിനോ ഒക്കെ MBBSന് തുല്യമായ MD മെഡിസിൻ പഠനം അവിടെ പൂർത്തിയാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ലോൺ എടുത്ത് പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വിലയിരുത്തണം. ഒരു പ്രാവശ്യമല്ല 2 or 3 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ വിദ്യാഭ്യാസത്തിന്, വിദേശ MBBS വിദ്യാഭ്യാസത്തിന് ലോൺ എടുക്കാൻ. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ഈ വിദേശത്ത് റഷ്യയിലൊക്കെ നേരത്തെ പോകുന്നുണ്ട്. റഷ്യയിലൊക്കെ വളരെ കുറച്ച് ചിലപ്പോഴൊക്കെ വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ പോയിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ട് ജിയോഗ്രഫിക്കൽ ഒരു ഇമ്പോർട്ടൻസ്, അതായത് ജിയോഗ്രഫിയുടെ പ്രാധാന്യം ഭയങ്കരമാണ്. എക്സ്ട്രീം തണുപ്പുള്ള സ്ഥലത്തും അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇപ്പം നമ്മൾ റഷ്യയിൽ മോസ്കോയിൽ ഒരു മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ നല്ല ഫീസാവും. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നല്ല ഫീസാവും. അതുപോലെ തന്നെ എല്ലാ രാജ്യത്തിൻ്റെയും ക്യാപിറ്റലിൽ ആണ് നിങ്ങളെ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ കുറച്ച് താമസ ചിലവും ഫീസൊക്കെ അധികമാവും. പക്ഷേ ഫീസ് വളരെ കുറവെന്നും പറഞ്ഞുകൊണ്ട് റഷ്യയുടെ ഈ ഭയങ്കര എക്സ്ട്രീം തണുപ്പുള്ള സ്ഥലത്ത്, അത് റഷ്യ മാത്രമല്ല മറ്റ് ചില രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ തണുപ്പ് കൂടുതലുള്ള സീസണുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം അത് അസഹനീയമായ ഒരു കാലാവസ്ഥാ വ്യതിയാനം നിങ്ങളിൽ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കാലാവസ്ഥ അറിയണം, കരിക്കുലം അറിയണം, ക്ലിനിക്കൽ എക്സ്പോഷർ അറിയണം. അത് വേറൊരു സ്ഥലത്ത് പോയാൽ പോകില്ല. നിങ്ങൾ പഠിക്കുന്ന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളത് പാസ്സായി ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ FMG എഴുതാൻ പറ്റൂ. ആ FMG എഴുതി ജയിക്കുന്നവർ ഓരോ പ്രാവശ്യവും 20, 21, 22% അതിപ്പോഴാണ് ആയത്. അപ്പോൾ അതിനും വർക്കുണ്ട്. ഇതെല്ലാം 10 വർഷത്തിനകം തീർത്തിരിക്കണമെന്നുള്ളത് പുതിയ NMCയുടെ പുതിയ ഗൈഡ് ലൈൻസാണ്. പിന്നെ എല്ലാ രാജ്യത്തും ഞാൻ നേരത്തെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം, നിങ്ങളെ എംബസിയുടെ ഗൈഡ് ലൈൻസ്, നമ്മുടെ എംബസി ആ രാജ്യത്തുണ്ട്, അവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. ഇനി ഏതെങ്കിലും രാജ്യത്ത് പ്രീ മെഡിക്കൽ എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പം ആരെങ്കിലുമൊക്കെ അവിടെ പ്രീ മെഡിക്കലാണ് എന്ന് പറഞ്ഞ് ബാച്ചലർ ഓഫ് സയൻസ് BS, ഈ BS 18 മാസമൊക്കെയാണ്. ചില സ്ഥലത്ത് ഉദാഹരണത്തിന് ഫിലിപ്പീൻസിൽ BS 18 മാസം, അത് ചിലപ്പം 18 മാസം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ ചെയ്യും. ആ BS എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രമല്ല, അവിടെ സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, എൻവയോൺമെൻറ്റൽ സയൻസ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സബ്ജക്റ്റ് ഞാൻ കാണാറുണ്ട്. ഇതൊക്കെ പഠിക്കാൻ പറ്റുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ട് പ്രീ മെഡിക്കൽ എന്ന് പറയുന്ന BS 2 വർഷം കഴിഞ്ഞ് പിന്നെ 4 വർഷത്തെ MBBS, അപ്പം 6 വർഷം. ഈ 4 വർഷത്തെ മെഡിസിൻ സ്റ്റഡി ഇവിടെ എടുക്കത്തില്ല. ഇവിടെ നമ്മൾ ഇവിടുത്തെ നോംസ് അനുസരിച്ച് 5 വർഷം കൊണ്ട് 5.5 വർഷം മിനിമം മെഡിക്കൽ വിദ്യാഭ്യാസവും ഇൻറ്റേൺഷിപ്പും തീർത്തിരിക്കണം. ഇൻറ്റേൺഷിപ്പ് ഒരു വലിയ ഘടകമാണ്. എന്തായാലും ഒരുപാട് പേര് ജെന്യുവിനായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന്, അതുകൊണ്ടാണല്ലോ 36,000, 37,000 കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. എല്ലാവർക്കും കിട്ടുന്നൊന്നുമില്ല, അത് മിടുക്കനുസരിച്ചേ കിട്ടുള്ളൂ. റിസൾട്ട് മോശമാക്കുന്നൊന്നുമില്ല. നമ്മൾ 150 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2.5 മണിക്കൂർ പരീക്ഷയുള്ളൂ. 300 മാർക്കിനാണ്, 300 ചോദ്യങ്ങളാണ്. പക്ഷേ ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കണമെങ്കിൽ നല്ല മെഡിക്കൽ നോളജ് ആവശ്യമാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത്ര സുഖകരമല്ല ഈ തിരിച്ചറിവുകൾ എന്നാണ്
എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തായാലും പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ, പിന്നെ നമുക്ക് ചെറിയ ചെറിയ എമൗണ്ട് ആവും, കാരണം ഇൻഷുറൻസ് അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫ് ഫീസാക്കി അതിന് ചെറിയ എമൗണ്ടേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതലാവുന്നത് ട്യൂഷൻ ഫീസിന് പുറമെ താമസ ചിലവാണ്. അതെല്ലാം താങ്ങാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ പോവുക. വലിയൊരു ഹ്യൂജ് ലോൺ എടുത്ത് ഒരു ബാധ്യത പാരൻസിനെ ഏൽപ്പിച്ചിട്ട് പോകരുത്. കാരണം നിങ്ങൾ അത്രമാത്രം പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കും. അത്രമാത്രം പാഷനേറ്റായിട്ട് നിങ്ങൾ ലോൺ എടുത്തതിന് പോകണമെന്നില്ല. ഹെൽത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് പിന്നീട് ആരോഗ്യ മേഖലയിൽ എത്രയോ മികച്ച ഹെൽത്ത് റിലേറ്റഡ് അലൈഡ് ഹെൽത്ത് കോഴ്സുകളുണ്ട്. അതിൽ ഡോക്ടറേറ്റൊക്കെ എടുക്കാം. നമുക്ക് വൈറോളജിസ്റ്റ് ആകാം, അതുപോലെ തന്നെ മെഡിക്കൽ മൈക്രോബയോളജിസ്റ്റ് ആകാം, ഡിസീസ് ബയോളജിസ്റ്റ് ആകാം, MSc പബ്ലിക് ഹെൽത്ത് പഠിച്ചിട്ട് അതിൽ ഡോക്ടറേറ്റ് വരെ എടുത്തവരുണ്ട്. എന്തെല്ലാം തൊഴിലുകൾ ഇതിൽ ഈ ഏരിയയുമായിട്ട് നിൽക്കുന്ന ജോലികളുണ്ട്. മെഡിക്കൽ ഡോക്ടർ ആയാലേ പറ്റൂ എന്ന് അത്രമാത്രം പാഷനേറ്റ് ആയിട്ടുള്ള ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ചലഞ്ചസ് നിങ്ങൾ ഏറ്റെടുക്കുക. ഇത്രയും ഒരു വിദ്യാഭ്യാസ ചാനൽ എന്നുള്ള നിലയിൽ ഈ കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചാലേ പറ്റുള്ളൂ. അപ്പം കേൾക്കുന്നതെല്ലാം അത്ര അങ്ങ് വിശ്വസിക്കരുത്. എല്ലാത്തിനും നമുക്ക് തെളിവുകൾ കിട്ടും, വളരെ എളുപ്പമാണ്. അങ്ങനെയും കൂടെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തീരുമാനം ഒരു ക്വാളിറ്റി ഡിസിഷനായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാനുള്ളത്, ഒരു ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് നിങ്ങൾ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പറേഷൻ നടത്തി പിന്നെ FMG കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേ ആഴ്ച തന്നെ ഒരു ഹൗസ് ഏജൻസിക്ക് ഒരു ഇൻറ്റേൺഷിപ്പിന് ഇവിടെ ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. കാരണം ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെ അംഗീകാരമുള്ള സ്ഥലത്ത്, അത് കേരള മെഡിക്കൽ കൗൺസിലിൻ്റെ പിന്നെ ഓഫീസ് ട്രിവാൻഡ്രത്തുണ്ട്. അവിടെ അന്വേഷിച്ചാലും മതി. അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റേൺഷിപ്പും നിങ്ങൾ പാസ്സായ പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ പിറ്റേ ആഴ്ച മുതൽ നമ്മൾ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സാവുന്നതിൻ്റെ പിറ്റേ മാസം മുതൽ ഹൗസ് സയൻസ് തുടങ്ങുന്ന പോലെ ചിലപ്പം തുടങ്ങാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അതും ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഈ കാര്യങ്ങളും കൂടെ നമുക്ക് അവിടെയും കൂടെ ശ്രദ്ധിക്കണം. അത് കഴിയുമ്പോൾ ഇതെല്ലാം 10 വർഷത്തിനകം കഴിഞ്ഞാലേ നമുക്ക് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറായി ഇന്ത്യയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ നല്ല ഡിറ്റർമിനേഷനുള്ള ആൾക്കാർ, ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, മെഡിസിനോട് അമിതമായ ആവേശമുള്ളവർ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും മെഡിസിൻ വിദേശത്ത് തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ ഒരു കാര്യം ഞാൻ പറയാത്ത, വിദേശം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളാണ്. ഇപ്പോൾ അമേരിക്കയിൽ, ബ്രിട്ടനിൽ, പിന്നെ കാനഡയിൽ, ജർമ്മനിയിൽ, ന്യൂസിലാൻഡിലൊക്കെ വേറെ ചില നോംസാണ്. അവിടെ ചിലപ്പോൾ അമേരിക്കയിലൊക്കെ കോടികൾ തന്നെയാവും. അതുകൊണ്ടാണ് അത് പറയാത്തത്. അവിടെ കയറി പറ്റാനും പാടാണ്. ആരും അങ്ങനെ അധികം പോകാറുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിൽ എടുക്കുന്നവർ ഇത്രമാത്രം പാഷനേറ്റ് ആയിട്ടാണെങ്കിൽ പോകാം. അല്ലാത്തവർ വലിയൊരു ബാധ്യത ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്നുള്ളത് നിങ്ങൾ 2 പ്രാവശ്യം പാരൻസുമായിട്ട് ചർച്ച ചെയ്യണം. അവസരങ്ങൾ ഒരുപാടുണ്ട്. പൈസ മാത്രമല്ല പോകുന്നത്, നമ്മുടെ നല്ല യുവത്വമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അചഞ്ചലമായ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദേശത്ത് പോയി മെഡിസിൻ പഠിക്കാം. അവിടെ MD ആവട്ടെ, അത് ഇവിടെ വന്ന് അംഗീകാരം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. FMG കൂടെ ഇവിടെയും ഇൻറ്റേൺഷിപ്പിന് ചിലപ്പോൾ ഒരു വെയിറ്റ് ചെയ്യണമെന്നൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ പാഷൻ നിങ്ങൾക്ക് നല്ലൊരു മെഡിക്കൽ കരിയർ ഉണ്ടാക്കി തരും. ഹാവ് എ വണ്ടർഫുൾ മെഡിക്കൽ കരിയർ. താങ്ക് യു.